മാധു കുഞ്ഞ് ബൈ ബർത്ത് ഭയങ്കര കൃഷ്ണ ഭക്തയാണ്. രണ്ടര 3 വയസ്സാവുമ്പോ തന്നെ മാധുവിന് അറിയാത്ത കൃഷ്ണന്റെ കഥകളൊന്നുമില്ല. മാധു നമ്മളോട് ചോദിക്കും. മാധുവിന്റെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറഞ്ഞാല് എനിക്കൊന്ന് വൃന്ദാവനത്തിൽ പോകണം, കണ്ണനെ ഒന്ന് ഹഗ് ചെയ്യണം എന്നായിരുന്നു മാധുവിന്റെ ആഗ്രഹം. ഈ വീട്ടിൽ ഇരിക്കുന്ന കൃഷ്ണ വിഗ്രഹങ്ങളെല്ലാം മാധുവിന്റെയാണ്, എല്ലാം മാധുവിന്റെ. 68 കണ്ണന്മാരെങ്ങാണ്ടുണ്ട് ഇവിടെ. പക്ഷെ മാധു അമ്പലത്തിൽ കൊണ്ടുപോയി മേൽശാന്തിയുടെ കയ്യില് കണ്ണനും രാധയും കൊണ്ടുള്ള ലിറ്റിൽ കൃഷ്ണയുടെ പിക്ചർ അവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നു. ഓഹോ, ഇതാണോ കണ്ണന്റെ എന്താണ് ഗോകുലം എന്ന് ചോദിച്ചു. അപ്പൊ അവിടുത്തെ അച്ഛൻ മുറ്റത്ത് നിന്നിട്ട് പറഞ്ഞു, അതെ ഇത് തന്നെയാണ് കണ്ണന്റെ ഗോകുലം, മോളിങ്ങ് കയറി പോരുത് കേട്ടോ. അപ്പോഴും ഞങ്ങൾ ഭയങ്കര തമാശയായിട്ടാണ് വരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ ആ വീടിന്റെ ഉള്ളിലോട്ട് കയറി ചെന്നപ്പോ ഞങ്ങൾ ഞെട്ടിപ്പോയിട്ടോ. പോരാ നേരത്ത് മാധുക്കുട്ടിക്ക് എന്താ സമ്മാനം വേണ്ടതെന്ന് ചോദിച്ചിട്ട് മാധുക്കുട്ടിക്ക് 2 കൈയും കുത്തിയിരിക്കുന്ന ഒരു കണ്ണന്റെ വിഗ്രഹം സമ്മാനമായിട്ട് കൊടുത്തു. അപ്പൊ മാധു അതിനെ അനിയനായിട്ടാണ് കരുതുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭഗവാൻ കൃഷ്ണനെ ഞാനും ഏട്ടനും ഞങ്ങളുടെ മകനായിട്ടും മാധുവിന്റെ ഒരു ബ്രദറായിട്ട്, മാധുവിന്റെ അനിയനായിട്ടാണ് കരുതുന്നത്. ഇവിടെ പോയാലും കണ്ണനെയും കൊണ്ടാണ് പോകുന്നത്. അപ്പൊ സ്കാൻ ചെയ്യുന്ന സമയത്ത് എയർപോർട്ടിലൊക്കെ ചോദിക്കുന്നത് ദിസ് ഇസ് മൈ ബ്രദർ എന്ന് പറഞ്ഞിട്ടാണ് മാധു എല്ലാരെയും പരിചയപ്പെടുത്തുന്നത്. നമസ്കാരം, അബാക് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് അബാക് മീഡിയയിൽ അതിഥി മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടി ലക്ഷ്മിപ്രിയ ചേച്ചിയാണ്. ചേച്ചി നമസ്കാരം. നമസ്തേ ചേച്ചി, എന്തുണ്ട് വിശേഷങ്ങൾ? സിനിമാ വിശേഷങ്ങൾ. ആളുകൾ ചിന്തിക്കുക ഈ അബാക് മീഡിയയിൽ ലക്ഷ്മിപ്രിയക്ക് എന്താ കാര്യം എന്ന് ചിന്തിക്കും. അതിലേക്ക് വരുന്നതിന് മുമ്പ് എന്തുണ്ട് ചേച്ചി വിശേഷം? സുഖായിരിക്കുന്നു. ഇത് നമ്മുടെ തൃപ്പൂണിത്തുറയിലെ പുതിയ വീടാണ്. ഇവിടേക്കാണ് കുറെ നാളായിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചോണ്ടിരിക്കുന്നത്. നമ്മൾ രണ്ടുപേരും സ്കെഡ്യൂൾസ് പറ്റുന്നില്ല. പിന്നെ എന്താ പറയാ, പുതിയ ഭാരവാഹിത്വത്തിന്റെ തിരക്ക്, മാധുക്കുട്ടിയുടെ അമ്മയായിരിക്കുന്ന തിരക്ക്, പിന്നെ നമ്മുടേതായിട്ടുള്ള യാത്രകള്, വായന, എഴുത്ത്, അതിൻ്റെതായിട്ടുള്ള തിരക്കുകൾ. അമ്മ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ആണ്. അപ്പൊ ആ പദത്തിലേക്ക് എത്തിയതിന് അബാക് മീഡിയയുടെ പ്രേക്ഷകരുടെ ഞങ്ങളുടെ വക ഒരു ആശംസ അറിയിക്കുകയാണ്. താങ്ക് യു. ഇനി ഞാൻ എന്തുകൊണ്ടാണ് ചേച്ചി അടുത്ത് ചേച്ചി ഞാൻ വീട്ടിൽ വന്ന് കുറച്ചു നേരം സംസാരിക്കട്ടെ എന്ന് ചോദിച്ചത്, കഴിഞ്ഞ എനിക്ക് തോന്നുന്നു സ്പിരിച്വൽ അവേഴ്സിന്റെ ആദ്യത്തെ വേദിയിലാണ് നമ്മൾ ആദ്യം കാണുന്നത്. ചേച്ചി വന്നു, ദർശന പറഞ്ഞിട്ടാണ് ചേച്ചി വന്നു. ചേച്ചി ഊർമിള ചേച്ചി കൂടെയാണ് വന്നത്. കുറെ സമയം അവിടെ സ്പെൻഡ് ചെയ്തു പോയി. അതിനുശേഷം നമ്മൾ ഫോണിൽ വിളിച്ചപ്പോഴാണ് മാധുക്കുട്ടിയുടെ ഉണ്ണിക്കണ്ണനെ പറ്റി ചേച്ചി പറയുന്നത്. നമുക്ക് അവിടുന്ന് തുടങ്ങാം. മാധുക്കുട്ടിയുടെ ഉണ്ണിക്കണ്ണൻ ഫോട്ടോ എന്തെങ്കിലും ഞാൻ പ്രേക്ഷകരെ കാണിച്ചോളാം. ഫോട്ടോയുണ്ട്, ഉണ്ണിക്കണ്ണൻ ഇവിടെ താഴെ നമുക്ക് കാണിക്കാം, അവസാനം കാണിക്കാം. അപ്പൊ മാധുക്കുട്ടി എന്ന് പറയുന്നത് പ്രേക്ഷകരോടാണ്. ലക്ഷ്മി ചേച്ചിയുടെ മകളാണ്. മകളുടെ ഉണ്ണിക്കണ്ണന്റെ കഥ പറഞ്ഞ് നമുക്ക് തുടങ്ങാം. മാതങ്കി ജയ് എന്നാണ് മോളുടെ പേര്. എല്ലാവർക്കും അറിയാം, പ്രേക്ഷകർക്ക് എല്ലാവർക്കും. മാധുവിനെ നമ്മളൊരു 10-12 വർഷത്തെ ഒരു കാത്തിരിപ്പിന്റെ ഫലമായിട്ടാണ് മാധുവിനെ കിട്ടിയത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് കിട്ടിയ ഒരു കുഞ്ഞാണ്. അതായത് കൺസീവ് ആയതൊക്കെ വളരെ നോർമലായിട്ടായിരുന്നു. പക്ഷേ കൺസീവ് ആയി കഴിഞ്ഞിട്ട് ഈ കുഞ്ഞിനെ കിട്ടാൻ ഞങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. അപ്പോൾ എപ്പോഴും ഹോസ്പിറ്റലിലും അഡ്മിറ്റും, അങ്ങനെ 6.25 മാസത്തിനാണ് ആള് വന്നത്. അപ്പം മാധുവിനെ കൺസീവ് ആയിരുന്നപ്പം ഞാൻ സ്ഥിരമായിട്ട് വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം, പിന്നെ നാരായണീയം, രാമായണം ഇതൊക്കെ വായിച്ചിട്ടുണ്ട്. പിന്നെ മാധുവിനൊരു 3 മാസം പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ തുളസി കൊണ്ട് തുലാഭാരം നടത്തി. മാധു ജനിച്ചു കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഗുരുവായൂരപ്പന്റെ മുന്നിൽ പുസ്തകങ്ങൾ കൊണ്ട് മാധുവിന് തുലാഭാരം കഴിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഞങ്ങളെല്ലാം തികഞ്ഞ ദേവി ഉപാസകരാണ്. ഞാനായാലും ഹസ്ബൻഡാണെങ്കിലും ഭഗവതിയുടെ ദീക്ഷയാണ്. നമുക്ക് ഇവിടെ പ്രതിഷ്ഠയുണ്ട്, ഭഗവതിയാണ് പ്രതിഷ്ഠ. അങ്ങനെ കണ്ണനും ഉണ്ട്. കണ്ണനെ അമ്മ എങ്ങനെ നമ്മൾ കരുതുന്നു അതുപോലെ തന്നെ നമുക്ക് കണ്ണൻ എന്നുള്ളതാണ്. പക്ഷേ മാധു കുഞ്ഞ് ബൈ ബർത്ത് ഭയങ്കര കൃഷ്ണ ഭക്തയാണ്. ഒരു പക്ഷേ നമ്മൾ എന്താ പറയുക, നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ഭാഗവതം കേൾക്കണം, സത്സംഗം കേൾക്കണം, ഫ്ലൂട്ട് കേൾക്കണം, പുരാണ കഥകളൊക്കെ കേൾക്കണം, നല്ല കഥകൾ ഒക്കെ കേൾക്കണം അമ്മമാരെന്ന് പറയും. ഗർഭിണിയുടെ മനസ്സിന്റെ സന്തോഷം എങ്ങനെ അതുപോലെ ആയിരിക്കും കുഞ്ഞെന്നൊക്കെ പറയല്ലോ. ഈ കഥകളൊക്കെ കേട്ടിട്ടാണോ എന്ന് എനിക്കറിയില്ല. 2-3 വയസ്സാവുമ്പോൾ തന്നെ മാധുവിന് അറിയാത്ത കൃഷ്ണന്റെ കഥകളൊന്നുമില്ല. മാധു നമ്മളോട് ചോദിക്കും, അമ്മ ബലരാമൻ ഒരു അസുരനെ കൊന്നിട്ടുണ്ട്, ആ അസുരന്റെ പേരെന്താണ്? എന്നോട് ചോദിച്ചാൽ എനിക്ക് എന്തെങ്കിലും അറിയാം. അതിന്റെ അവള് തന്നെ ഒരു ധേനുകാസുരൻ എന്നൊക്കെ പറയും. അങ്ങനെ മാധുവിന് വേണ്ടിയിട്ട് സത്യം പറഞ്ഞ ഒരുപാട് നമ്മൾ പഠിക്കുകയും മാധുവിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്, മാധുവിനോട് പറഞ്ഞു നിൽക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ബോധപൂർവമായിട്ട് ഒരുപാട് വായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ മാധുവിന്റെ എനിക്കൊന്ന് 5ാം പിറന്നാള്
കൃഷ്ണന്റെ തീമിലായിരുന്നു. മാധുവിനെ ഞങ്ങൾ വൃന്ദാവനത്തിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. മാധുവിന്റെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറഞ്ഞാല് എനിക്കൊന്ന് വൃന്ദാവനത്തിൽ പോകണം, കണ്ണനെ ഒന്ന് ഹഗ് ചെയ്യണം എന്നായിരുന്നു മാധുവിന്റെ ആഗ്രഹം. അങ്ങനെ മാധുവിന് വേണ്ടിയിട്ട് ഞങ്ങള് ഒരു പക്ഷെ പോകുമായിരുന്നിരിക്കും, കുറച്ചുകൂടെ കഴിഞ്ഞിട്ടായിരിക്കും പോകുന്നത്. മാധുവിന് വേണ്ടിയിട്ടായതുകൊണ്ട് ഞങ്ങൾ വളരെ മുന്നേ 3-4 വർഷം മുന്നേ ഞങ്ങള് വൃന്ദാവനത്തിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ മാധുവിന്റെ 5ാം പിറന്നാളിന്റെ തീം എന്ന് പറയുന്നത് കൃഷ്ണന്റെ തീമായിരുന്നു, വൃന്ദാവനത്തിന്റെ തീം. അപ്പൊ വന്നവരെല്ലാം യെല്ലോ കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നു. ഞങ്ങളുടെ എല്ലാം ഡ്രസ്സൊക്കെ അങ്ങനെ ഭയങ്കര സ്റ്റൈലായിട്ട് വൃന്ദാവനം പോലെ നമ്മൾ ഹാളൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് അങ്ങനെ. അപ്പോ രാധയുടെയും കൃഷ്ണന്റെ ഒരു പിക്ചർ ഉണ്ടായിരുന്നു വീട്ടില്. അപ്പൊ മാധു പിന്നെ പറഞ്ഞു, പിന്നെ ഞങ്ങളപ്പോ അമ്പലപ്പുഴ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുക. അപ്പൊ മാധു പറഞ്ഞു, അവിടെ ആരാ ഉള്ളത്? കണ്ണൻ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്ക് കണ്ണനെ അവിടെ കൊണ്ട് കൊടുത്താലോ, കണ്ണ വിൽ ബി മോർ ഹാപ്പി ബിക്കോസ് ഇതിൽ രാധയും ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, മോൻ ഈ ഫോട്ടോ അവിടെ കൊടുക്കുവോ? കണ്ണനായിട്ട് ഇവിടെ കൊടുക്കുമെന്ന് എനിക്കറിയില്ല, കാരണം ഈ വീട്ടിൽ ഇരിക്കുന്ന കൃഷ്ണവിഗ്രഹങ്ങളെല്ലാം മാധുവിൻ്റെയാണ്, എല്ലാം മാധുവിൻ്റെ. 68 കണ്ണന്മാരെങ്ങാണ്ടുണ്ട് ഇവിടെ. അപ്പോൾ മാധു കൊടുക്കുമെന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല. പക്ഷെ മാധു അമ്പലത്തിൽ കൊണ്ടുപോയി മേൽശാന്തിയുടെ കയ്യിൽ കണ്ണനും രാധയും കൊണ്ടുള്ള ലിറ്റിൽ കൃഷ്ണയുടെ പിക്ചർ അവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നു. അവൾ തന്നെ ഒരു സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തു. ആ തിരുമേനി അവിടെ തന്നെ അത് ഒട്ടിക്കുകയൊക്കെ ചെയ്തു. അവൾ നിൽക്കുമ്പോൾ തന്നെ അതൊക്കെ അവിടെ ഒട്ടിച്ചു വെച്ചു. മാധുവിന് വെണ്ണക്കുടമൊക്കെ കൊടുത്തു. മാധു ഭയങ്കര ഹാപ്പി, ഞങ്ങൾ ഹാപ്പി, മേൽശാന്തി ഹാപ്പി. എന്നാൽ ഈ ട്വിസ്റ്റ് അവിടെ നിന്നാണ്. അപ്പൊ അങ്ങോട്ട് പോകുമ്പം ജയ്ഷേട്ടൻ പറയുന്നുണ്ട്, നമ്മൾ അങ്ങോട്ട് പോകുമ്പം കണ്ണനുമായിട്ട് നമ്മൾ 4 പേരാ പോരുന്നത്, ഇങ്ങോട്ട് നമ്മൾ 3 പേരായിട്ട് വരേണ്ടി വരുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഒരു റിലേറ്റീവ് അവരുടെ ഒരു കല്യാണം കഴിച്ച വീട്ടിലേക്ക് ഞങ്ങളെ ജസ്റ്റ് കൊണ്ടുപോവാണ്. ഞങ്ങൾ അവിടെയൊന്നും പോയിട്ടില്ല. അപ്പം ലക്ഷ്മിയെ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരിക്കുകയാണ്. പ്രായമുള്ള ആൾക്കാരാണ്, വരണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഒരു 8 മണി, അതായത് നമ്മുടെ അമ്പലപ്പുഴ കണ്ണന്റെ ദീപാരാധനയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്താണ് പോകുന്നത്, രാത്രിയാണ് പോകുന്നത്. അപ്പോൾ ഒരുപാട് മുറ്റമൊക്കെ ഉള്ള, ആലപ്പുഴയിലെ മണ്ണൊക്കെ പൂഴി മണ്ണൊക്കെയാണ്, ഒരുപാട് മുറ്റമുള്ള വീടിന്റെ വാതൊക്കെ ചെന്ന് ഇങ്ങനെ വണ്ടി നിൽക്കുമ്പോൾ തന്നെ മാധു ഇങ്ങനെയൊക്കെ നോക്കിയിട്ട്, ഓഹോ ഇതാണോ കണ്ണന്റെ എന്താണ് ഗോകുലം എന്ന് ചോദിച്ചു. അപ്പൊ അവിടുത്തെ അച്ഛൻ മുറ്റത്ത് നിന്നിട്ട് പറഞ്ഞു, അതെ ഇത് തന്നെയാണ് കണ്ണന്റെ ഗോകുലം, മോളിങ്ങ് കയറി പോരുത് കേട്ടോ. അപ്പോഴും ഞങ്ങൾ ഭയങ്കര തമാശയായിട്ടാണ് വരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ ആ വീടിന്റെ ഉള്ളിലോട്ട് കയറി ചെന്നപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയിട്ടോ. നോക്കുന്നുണ്ടോ, എല്ലാം കൃഷ്ണ വിഗ്രഹങ്ങൾ, അടുക്കി പുരാതനമായിട്ടുള്ള വിഗ്രഹങ്ങൾ തൊട്ടിട്ട് പല ടൈപ്പ് വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആ വീട്ടിലെ ഒരു സ്ഥലം പോലും, മനുഷ്യനിരിക്കുന്ന കസേരയിലാണെങ്കിൽ പോലും ഒരു വിഗ്രഹം മാറ്റിയിട്ടായിരിക്കും നമ്മളെ അവർ ഇരുത്തുന്നത്. അതുപോലെ കൃഷ്ണ വിഗ്രഹങ്ങളാൽ സമൃദ്ധമായിട്ടുള്ള സാക്ഷാൽ ഒരു ഗോകുലം എന്ന് പറയാവുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോയത്. അങ്ങനെ അവരിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ്, അപ്പൊ അവിടുത്തെ ഒരു ചേട്ടൻ ബദ്രി ആശ്രമത്തിലാണ് കോവിഡിന്റെ സമയത്ത് സമാധിയായിട്ടുണ്ട്. അപ്പം വൃന്ദാവനത്തിലും ബദ്രി ആശ്രമത്തിലും അദ്ദേഹം എന്താണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു അമേരിക്കയില്. അപ്പൊ ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ല, ഈ കഥകളൊന്നും അറിയാണ്ടാണ് ഞങ്ങള് അങ്ങ് പോവാണ്. അപ്പം ബദ്രി ആശ്രമത്തില് പിന്നെ കോവിഡിന്റെ സമയത്ത് തണുപ്പ് സമയത്ത് അടച്ചു കഴിഞ്ഞപ്പം അവിടെ ആയി പോയിട്ട് സാധനയിൽ ഇരുന്ന് സമാധിയായ ചേട്ടന്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോയിരിക്കുന്നത്. അവിടുത്തെ അമ്മ പോരാൻ നേരത്ത് മാധുക്കുട്ടിക്ക് എന്താ സമ്മാനം വേണ്ടതെന്ന് ചോദിച്ചിട്ട് മാധുക്കുട്ടിക്ക് 2 കൈയും കുത്തിയിരിക്കുന്ന ഒരു കണ്ണന്റെ വിഗ്രഹം സമ്മാനമായിട്ട് കൊടുത്തു. അപ്പം മാധു അതിനെ അനിയനായിട്ടാണ് കരുതുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭഗവാൻ കൃഷ്ണനെ ഞാനും ഏട്ടനും ഞങ്ങളുടെ മകനായിട്ടും മാധുവിന്റെ ഒരു ബ്രദറായിട്ട്, മാധുവിന്റെ അനിയനായിട്ടാണ് കരുതുന്നത്. അപ്പം നമ്മൾ എവിടെ പോയാലും കണ്ണനെയും കൊണ്ടാണ് പോകുന്നത്. അപ്പൊ സ്കാൻ ചെയ്യുന്ന സമയത്ത് എയർപോർട്ടിലൊക്കെ ചോദിക്കും, ദിസ് ഇസ് മൈ ബ്രദർ എന്ന് പറഞ്ഞിട്ടാണ് മാധു എല്ലാവരെയും പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഇങ്ങനെ രാധാറാണിയുടെ അടുത്തൊക്കെ അമ്പലത്തിലൊക്കെ പോകുമ്പം അവിടെ വൃന്ദാവനത്തില് ആ നടയുടെ ഉള്ളിലിരുത്തി ഊഞ്ഞാലാട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട്. അതാണ് മാധുവിന്റെ കണ്ണാപ്പി. അതാണ് മാധുവിന്റെ കണ്ണാപ്പിയുടെ കഥ. ഈ കഥ പറഞ്ഞാണ് നമ്മുടെ സംസാരം ആരംഭിച്ചത്. ഫോട്ടോ അയച്ചു. അപ്പൊ ചേച്ചി ഇങ്ങനെ പറയുമ്പോ ഞാനിപ്പോ താമസിക്കുന്ന വൈഫിന്റെ വീട്ടില് ഇഷ്ടംപോലെ വീട്ടിലത്തെ എല്ലാരും അയച്ചു. ഈ പക്ഷേ ചേച്ചി കുറെ ആളുകളൊക്കെ പറയും കൃഷ്ണ വിഗ്രഹങ്ങൾ വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ല, ചെറിയ ക്രാക്ക് ഉണ്ടെങ്കിൽ പോലും ദോഷമാണ് ചേച്ചിയുടെ ആരും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഓടക്കുഴല് കൃഷ്ണനെ ഭഗവാന്റെ പൂർണ്ണത വരുന്നത് ആ കണ്ണന് ആ ഒരു എന്താ പറയാ കയ്യിൽ ഓടക്കുഴലില്ലാത്തൊരു കണ്ണനെ നമുക്ക് സങ്കല്പിക്കാനേ പറ്റില്ല. എന്നാ പിന്നെ നമ്മൾ കേൾക്കുന്നു ജഗദോധാരണ
കൃഷ്ണ നമ്മൾ പാടുമ്പം ജഗത്ത് മൊത്തം ഉയർത്തി അല്ലെങ്കിൽ എന്താ ഗോവർദ്ധനം കയ്യിലേന്തിയ കൃഷ്ണനെ നമ്മൾ എവിടെയെങ്കിലും വെക്കുന്നുണ്ടോ? ഇല്ല. കണ്ണന്റെ ആഭരണത്തിനോട് ചേർന്നിരിക്കുന്നതാണ്, കണ്ണന്റെ മാറോട് ചേർന്നിരിക്കുന്ന ഓടക്കൊഴിലും. അത് വിട്ടിട്ട് വേണ്ട ഭഗവാൻ. അതാണ് വെറുതെ അന്ധവിശ്വാസങ്ങളാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയും യൂട്യൂബ് യൂണിവേഴ്സിറ്റിയൊക്കെ ആയപ്പോ മനുഷ്യർ കുറെ അന്ധവിശ്വാസത്തിന്റെ പുറകെ പോകുന്നുണ്ട്. അതെന്തിനാന്ന് എനിക്ക് മനസ്സിലാവാം. ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ. ഇപ്പൊ ഇതിന്റെ പല ആചാര്യന്മാരും ഇതിന് കൃത്യമായ മറുപടി ചേച്ചി പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ചേച്ചി ഈ ഒരു സിനിമാ ജീവിതം എന്ന് പറയുമ്പോൾ ഭയങ്കര ബിസി ലൈഫ് ആയിരിക്കും. ഇപ്പൊ മാധുവിന്റെ വരവോട് കൂടി ആയിരിക്കും കുറച്ചൊക്കെ. അപ്പൊ പക്ഷെ ഇപ്പൊ വീണ്ടും സിനിമകളിൽ സജീവമാകുന്നു, അമ്മയുടെ പ്രവർത്തനങ്ങൾ. അപ്പൊ ഇതിന്റെ ഒക്കെ കൂട്ടത്തില് ഇപ്പൊ ചേച്ചി പറഞ്ഞു ഇവിടെ ദേവിയുടെ വെച്ചാരാധനയുണ്ട്, പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എന്നൊക്കെ. ഇപ്പൊ സമയമുള്ളവരുടെ വീടുകളിൽ പോലും ഒരു പൂജാമുറി പോലും വെക്കാതെ ഒരു വിളക്ക് കത്തിക്കാതെ ഒക്കെ പോകുന്ന ഒരു ലൈഫാണ്. അവർക്ക് അങ്ങനെ സമയമില്ല. പിന്നെ എങ്ങനെയാണ് ചേച്ചി ഇതിനൊക്കെ സമയം കണ്ടെത്താൻ പറ്റുക? ഈ ഒരു ഭക്തി അല്ലെങ്കിൽ ആരാധന ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു ചര്യയായി മാറ്റാനുണ്ടായ ഒരു കാരണം എന്താ? അത് ഭക്തി എന്ന് പറയുന്നത് എന്നിൽ നിന്നും വിട്ടിട്ടൊരു സംഗതിയല്ല. അങ്ങനെ അതൊരു വിട്ടിട്ടൊരു സംഗതി ആവുമ്പോഴാണ് ഇതിന് മനഃപൂർവ്വമായിട്ടൊരു എഫേർട്ട് വേണ്ടി വരുന്നത്. എന്നെ സംബന്ധിച്ചത് എൻ്റെ കൂടെ തന്നെ ഉള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് എനിക്കതിൽ ബുദ്ധിമുട്ട് തോന്നുന്നില്ല. പിന്നെ നമ്മുടെ സംസ്കൃതി എന്ന് പറയുന്നത്, നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ മകൾക്കാണെങ്കിലും ഇതിനോട്, ഈ കൃഷ്ണഭക്തയാണ്, കണ്ണനോട് വർത്താനം പറയുന്നു, കണ്ണൻ പല കാര്യത്തിലും അത്ഭുതം പോലെ നമുക്ക് റെസ്പോണ്ട് ഫീൽ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും നമുക്കുണ്ട്. ഒക്കെ ആണെങ്കിലും ഈ എന്താ പറയുക, ഒരു ലൗഡായിട്ടുള്ള ഒരു ലൗഡ് ഹിന്ദു ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ ലൗഡായിട്ടുള്ള പ്രാർത്ഥനയോ കാര്യങ്ങളോ, അല്ലെങ്കിൽ ചെന്നിരുന്ന് പൂജ ചെയ്ത് അല്ലെങ്കിൽ നമ്മളുടെ ഭക്തി കാണിച്ച് ഇങ്ങനെയൊന്നും മാധു പോലും ചെയ്യുന്നില്ല. അപ്പം ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും ഭാഗത്തുനിന്ന് ബോധപൂർവമായ ഒരു ശ്രമവും ഉണ്ട്. ഇതാണ് നമ്മളുടെ ധർമ്മം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടത്, നമ്മൾ ഇങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ഇംപ്ലിമെന്റ് ചെയ്യുമോ ഇല്ലയോ അത് അവരുടെ ഇഷ്ടം. അവർ വളർന്നു കഴിയുമ്പോൾ അവരുടെ ഇഷ്ടം. പക്ഷെ ഇപ്പോൾ നമ്മളത് ശ്രമിക്കുന്നുണ്ട്. ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ വെളുപ്പിനെ എല്ലാവരും എഴുന്നേൽക്കുന്ന ആൾക്കാരാണ്. രാവിലെ തന്നെ വിളക്ക് കത്തിക്കുന്നുണ്ടാവും. രണ്ടുപേർക്കും ദീക്ഷയുണ്ട്. എനിക്ക് ഏട്ടനും ദീക്ഷയുണ്ട്. അച്ഛൻ്റെ പരദേവതയാണ്, ജയശേട്ടൻ അച്ഛൻ്റെ പരദേവതയാണ്. അമ്മയെ പ്രതിഷ്ഠിക്കാൻ ഞാനൊരു നിമിത്തമായി എന്ന് മാത്രം. അതായത് എല്ലാവർക്കും അറിയാം ഞാനൊരു മറ്റൊരു മതത്തിൽ നിന്നും ഈ ഒരു മതത്തിലേക്ക് വന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ജീവിച്ചതിനേക്കാൾ കൂടുതൽ ഇങ്ങനെയാണ് ഇപ്പം ജീവിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സനാതന ധർമ്മത്തിൻ്റെ ദീക്ഷ എന്ന് പറയുന്നത് നമുക്ക് ഒരു ജന്മത്തെ ഒരു സുഹൃതം അല്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമം തോന്നും. ഒരു ഇൻബോൺ ഹിന്ദു ആയിട്ടുള്ള ആൾക്കാർ അവരുടെ ട്രഡീഷൻസ് ഒന്നും ഫോളോ ചെയ്യാതിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നും. പക്ഷേ നമ്മൾ നോക്കൂ, ക്രിസ്ത്യൻസ് എന്ന് പറയുമ്പം കൃത്യമായിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യും. കൃത്യമായിട്ട് അത്താഴം കഴിക്കുന്നതിന് മുമ്പ് അവരുടെ വീട്ടിൽ അവർ പ്രാർത്ഥന ഉണ്ടാവും. അല്ലെങ്കിൽ അത്താഴം കഴിച്ചിട്ട്, എനിക്ക് അതിൻ്റെ ട്രഡീഷൻ എങ്ങനെയാണെന്ന് അറിയില്ല, അവരത് ഫോളോ ചെയ്യും. കൃത്യമായിട്ട് 41 നോയമ്പ് അവരെടുക്കും. മുസ്ലിംസ് ആണെങ്കിൽ ആ നോയമ്പ് എടുക്കും. പിന്നെ എന്താ 5 നേരം അവർ നമസ്കരിക്കാൻ ശ്രമിക്കും. ഞങ്ങളുടെ സിനിമയിൽ തന്നെ ഇപ്പം മമ്മൂക്കയാണെങ്കിലും സിദ്ദിഖാണെങ്കിലും ഒക്കെ ഓടിപ്പോയിട്ട് നമസ്കരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ചുറ്റിനും ഉള്ളവരെല്ലാം ഇത് ഫോളോ ചെയ്യുന്നു. എനിക്കിപ്പോൾ ഏറ്റവും വലിയ സങ്കടം വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊരു ഹിന്ദു മരിച്ച വീട്ടിൽ പോയാൽ രാമായണം വായിക്കുന്നത് നിങ്ങൾ കേൾക്കാറുണ്ടോ? നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഭഗവത്ഗീതയുടെ 8ാമത്തെ അധ്യായം, ഈ ആത്മാവ് ഇവിടുന്ന് പോകുന്നിടം വരെ 16 ദിവസം ഈ 8ാമത്തെ അധ്യായം നമ്മൾ കേൾപ്പിച്ചു കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. ഞാൻ ഈ മരണ വീടുകളിലൊക്കെ പോകുമ്പോൾ ഞാൻ അവരോട് ചോദിക്കും, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഞാൻ ഇത് വെക്കട്ടെ എന്ന് ചോദിച്ചിട്ട് മൊബൈലിൽ ഞാൻ ഈ 8ാമത്തെ അധ്യായം വെച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എന്തിനാണ്, എവിടെയാണ് നമ്മുടെ സംസ്കാരം മറന്നു പോകുന്നത്, മുറിഞ്ഞു പോകുന്നത്? അതായത് ഇന്നലെ വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാള് ഇന്ന് മരിച്ചു എന്നതിൻ്റെ പേരിൽ ഇന്ന് തന്നെ ആത്മാവ് മറ്റൊരു ലോകത്തേക്ക് പോകുന്നില്ല. അത് നമ്മൾ സയന്റിഫിക്കലി നമ്മളിങ്ങനെ പറയുന്നുണ്ട്, ഒരുപാട് പഠനങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതാണോ അല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. എന്നാലും ആ ആത്മാവിന് നമ്മളിൽ നിന്ന് വിട്ടുപോകണം. അതിനെ ഒന്ന് സമാധാനിപ്പിക്കാൻ, ശാന്തനാക്കാൻ നമ്മൾ ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് നമുക്കുണ്ട്. എന്തുകൊണ്ടാണ് നമ്മളത് ഫോളോ ചെയ്യാത്തത്? നമ്മൾ ക്രിസ്ത്യൻസിനെ നോക്കൂ, അവർ മരിച്ച വീട്ടിൽ അവർ പ്രാർത്ഥിക്കുന്നുണ്ടാവില്ലേ, അച്ഛൻ വന്നിട്ട് കുർബാനയോ അതും ഇതൊക്കെ ഉണ്ടാവില്ലേ? മുസ്ലിംസിൻ്റെ വീട്ടിൽ ഇതൊക്കെ ഉണ്ടാവില്ലേ, മരിച്ച വീട്ടിൽ? അതൊന്നും നമ്മൾ എന്തുകൊണ്ടാണ് ചെയ്യാത്തതെന്നുള്ളത് എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നതിലേക്ക് തിരിച്ചു പോകണം. അയ്യോ, അവള് വേറെ ഏതോ വഴി കൂടെ. ഞാൻ അവിടെ ഒരു കാര്യം കൂടി ചേർക്കാം. ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു റീലാണ്. നമ്മുടെ പുതുപ്പള്ളി MLA ചാണ്ടിയുമ്മൻ മരണ വീട്ടിൽ പോവാണ്. അവിടെ ഒരു പഞ്ചായത്ത് മെമ്പർ എന്തോ മരിച്ചോ. പുള്ളി ഹിന്ദു മത വിശ്വാസിയാണ്. പുള്ളി അവിടെ ചെന്നിട്ട്
ഈ രാമായണം ഇരിപ്പുണ്ടായിരുന്നു അവിടെ. പുള്ളി രാമായണം എടുത്ത് വെച്ച് ഉറക്കെ വായിച്ചു. അതെ. പക്ഷെ ഇതിനെ ട്രോള് കാണും. നോക്കൂ, ചാണ്ടിയുമ്മന് ഇലക്ഷൻ സ്റ്റണ്ടിന്റെ ആവശ്യമില്ലാത്ത ഒരാളാണ്. പുള്ളിയുടെ ഒരു രീതികളൊക്കെ തികച്ച് വ്യത്യസ്തമാണ്. ഇതിനെ പോലും കൂടുതലും ഇത് ട്രോളുന്നത് ഹിന്ദുക്കളെ അപ്പം അങ്ങനെയുള്ള സമൂഹത്തിൽ ഇരുന്നിട്ടാണ് ചേച്ചി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചേച്ചിക്കും ആകെ സമാധാനം നമ്മുടെ പ്രേക്ഷകർക്ക് കൃത്യമായി അതിന്റെ ഐഡിയോളജി മനസ്സിലാകും എന്നുള്ളത്. എനിക്കത് ഭയങ്കര വിഷമം. കാരണം എന്താ വെച്ചാല് നമ്മള് ചൊവ്വാഗ്രഹത്തിലൊന്നും അല്ല ജീവിക്കുന്നത്. നമ്മൾ മറ്റു മതസ്ഥരുടെ കൂടെ എന്താ പറയാ, അവരെല്ലാം ഇത് ചെയ്യുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് പിന്നെ നമുക്കിത് പാടില്ല എന്നുള്ളൊരു ചോദ്യമാണ് ഈ പറഞ്ഞതുപോലെ മരണാനന്തര കർമ്മങ്ങളിലൊക്കെ ഈ ഹൈന്ദവ വിശ്വാസ പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനോട് ഞാൻ 100% യോജിക്കുന്ന ഒരാളാണ്. പക്ഷെ ഈ പ്രാർത്ഥനയും പൂജകളും ഒന്നും നിർബന്ധമാക്കാത്തത് ഹൈന്ദവ മതത്തിന്റെ മറ്റൊരു സ്വാതന്ത്ര്യമായി കൂടി കാണാൻ. ആ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോ അത് തന്നെയാണ് അതിന്റെ മനോഹാരിതയും, അത് തന്നെയാണ് അതിന്റെ മോശവശവും. നമുക്കൊന്നും നിർബന്ധമല്ല. അതായത് ഇപ്പം മറ്റ് സെമസ്റ്റിക് മതങ്ങളെ വെച്ച് നമ്മൾ നോക്കുമ്പം അവരെ സംബന്ധിച്ച് ഇതൊക്കെ നിർബന്ധമാണ്, നമുക്കിതൊന്നും നിർബന്ധമല്ല. അത് ഭഗവാൻ തന്നെ ഗീത തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. എല്ലാം പറഞ്ഞു തന്നിട്ട് അർജുനന് എല്ലാ ഉപദേശങ്ങളും കൊടുത്തതിന് ശേഷം അവസാനം പറഞ്ഞിരിക്കുന്ന എന്താണ്, അർജുന ഞാൻ ഇതെല്ലാം നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിനക്കിതൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നീ ഇത് ചെയ്താൽ മതി കേട്ടോ, എനിക്ക് വലിയ നിർബന്ധമൊന്നും ഇല്ലെന്നാണ് ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ ഉദ്ദേശിക്കുന്നത് നിന്റെ തലയ്ക്കുള്ളിൽ ഇതിന്റെ യഥാർത്ഥത കയറിയിട്ടുണ്ടെങ്കിൽ മാത്രം നീ ഫോളോ ചെയ്താൽ മതി എന്നുള്ളതാണ് നമ്മളുടെ സ്വാതന്ത്ര്യം. അത് തന്നെയാണ് അതിന്റെ ബ്യൂട്ടി, അത് തന്നെയാണ് അതിന്റെ മോശവും അത് തന്നെയാണ്. ഏകാദശി ഇപ്പം എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിച്ചാൽ രാമായണ മാസം, രാമായണം ഇപ്പം 20-23 വർഷമായിട്ട് ഞാൻ രാമായണം വായിക്കുന്നു. ഇവിടെ ജയ്ഷേട്ടൻ്റെ അച്ഛനും ഭയങ്കര കൃഷ്ണഭക്തനായിരുന്നു കേട്ടോ. അച്ഛൻ നിർത്തിയിട്ട് പോയ കുറേ കാര്യങ്ങളുണ്ട്. അച്ഛൻ അവസാനം എഴുതിയ ഒരു പാട്ടുണ്ട്, അച്ഛൻ മ്യൂസിക് ചെയ്ത് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറിന് വേണ്ടിയിട്ട് മ്യൂസിക് ചെയ്ത് എൻ്റെ അമ്പാടി കണ്ണെന്ന് പറഞ്ഞിട്ട് അതിൽ എഴുതണം, കണ്ണുനീരെണ്ണയിൽ കത്തുമൻ ജന്മമാം തിരികടാറാകുന്നു കണ്ണാ. എല്ലാം എൻ്റെ ജന്മം തീരുകയാണ്, നിന്റെ മണിമുരളികയിൽ നിന്നുതിരും അമൃതമിനി എന്നരുളും ആനന്ദ കൃഷ്ണ, എന്നരുളും ആനന്ദ കൃഷ്ണ എന്ന് ചോദിച്ചിട്ട് ഭഗവാന്റെ അടുത്ത് അച്ഛൻ ലാസ്റ്റ് ചോദിച്ചിരിക്കുന്നത്, എൻ്റെ ഈ ഭക്തിയും എൻ്റെ ഭഗവാനെയൊക്കെ ആരെയാണ് ഞാൻ ഏൽപ്പിച്ചിട്ട് പോകുക എന്നൊരു ചോദ്യം ചോദിച്ചിട്ട് അച്ഛൻ പോയത്. അച്ഛൻ്റെ ആ പാട്ട് അങ്ങനെയായിരുന്നു. പക്ഷെ എനിക്ക് ഗ്രാജുവലി എനിക്ക് മനസ്സിലായത് അച്ഛൻ നിർത്തിയെടുത്തു എന്നെല്ലാം തുടങ്ങാനൊരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പം അച്ഛൻ്റെ ആ രാമായണം എല്ലാ വർഷവും ഉദയാമൃതം അല്ലെ, ഉദയഗീതങ്ങൾ രാവിലെ പിന്നെ റേഡിയോയില് അച്ഛൻ്റെ ആയിരുന്നു രാമായണ മാസത്തിലെ കർക്കിടക മാസത്തില് അച്ഛൻ ചൊല്ലുന്നതാണ് നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരുന്നത്. മലയാളികൾ മൊത്തം ആകാശവാണിയുടെ ശ്രോതാക്കളെല്ലാം കേട്ടുകൊണ്ടിരുന്നത്. അപ്പം അതുപോലെ വീട്ടില് കൃത്യമായിട്ട് എല്ലാ വർഷവും വർഷത്തിൽ 2 തവണ, കർക്കിടക മാസത്തിന് 2 തവണ ഞാൻ രാമായണം വായിക്കാറുണ്ട്. അതുപോലെ അച്ഛൻ്റെ ആ ഭക്തി, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ എന്നിലൂടെ തുടരുന്നുണ്ട്. അച്ഛൻ്റെ പരദേവതയും ഞാനായിട്ടൊരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് അച്ഛൻ്റെ പരദേവതയെ കണ്ടുപിടിച്ച് ഈ വീട്ടിൽ തന്നെ പ്രതിഷ്ഠ കഴിച്ച് പ്രാണപ്രതിഷ്ഠ ചെയ്ത് അതിൻ്റെ എല്ലാ എഫേർട്ടും എടുക്കാൻ ഒരു ഭാഗ്യം എനിക്കുണ്ടായി. അപ്പം അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവന്ന ഭഗവതിയാണ് ഇവരുടെ കാരണവന്മാര്. 800 years ബിഫോർ ഉള്ളൊരു ചൈതന്യമാണ്, അങ്ങനെ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാനും എൻ്റെ മുജ്ജന്മമൊക്കെ പറയുന്നത് ഞാൻ ആന്ധ്രയിലായിരുന്നു എന്നും എനിക്ക് ഇപ്പോഴും വെള്ളി ആഭരണങ്ങളോടൊക്കെയാണ് ഇഷ്ടം. അങ്ങനത്തെ തർക്കശാസ്ത്രം, സംസ്കൃതം, ഇതിലൊക്കെ ഭയങ്കര അവഗാഹം ഉണ്ടായിരുന്ന ഒരു ദേവീ ക്ഷേത്ര പരിസരത്തൊക്കെ ജീവിച്ചിരുന്ന ഒരാളാണ്. ചുവന്ന വസ്ത്രങ്ങൾ വളരെ ഇഷ്ടമുള്ള, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. എനിക്ക് താമ്പൂലം ചവയ്ക്കാനും കൂടെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ എന്തൊക്കെയോ ഉള്ളത് കൊണ്ടായിരിക്കാം ആ ഒരു നിയോഗം എനിക്ക് വന്നു. അങ്ങനെയാണ് നമ്മൾ അമ്മയെ ഇവിടെ പ്രതിഷ്ഠ കഴിച്ചിരുത്തുന്നത്. തീർച്ചയായിട്ടും മാസത്തിൽ ഒരു പൂജയേ ഉള്ളൂ. പിന്നെ നമുക്ക് വിളക്കൊക്കെ മുടങ്ങുമല്ലോ, അപ്പൊ അത് പ്രായശ്ചിത്തമായിട്ട് മാസത്തിൽ വെള്ളി വിളക്ക് കത്തിച്ചിട്ട് നമ്മൾ പൂജ കഴിക്കും. ഏട്ടൻ തന്നെയാണ് പൂജ ചെയ്യുന്നത്. ഞാൻ എല്ലാ പ്രസാദവും ഒക്കെ ഉണ്ടാക്കി കൊടുക്കും. എല്ലാ മാസവും തിരുവോണം നക്ഷത്രത്തിലാണ് പൂജയുള്ളത്. വിളക്ക് മുടങ്ങുന്നത് കൊണ്ട് നമ്മൾക്ക് അങ്ങനെയാണ് വാക്ക് കൊടുത്ത്, അങ്ങനെ നമുക്കത് എല്ലാ ദിവസവും പറ്റില്ലല്ലോ. പക്ഷെ നമ്മൾ എവിടെ ഇരുന്നാലും നമ്മള് ജപിക്കും. 2 നേരവും 2 പേരും ജപിക്കും. അതിനൊരു കൃത്യമായ ഇടമൊന്നുമില്ല. ഇപ്പൊ കാറിലിരിക്കുവാണെങ്കിൽ കാറിലിരുന്നിട്ടാണെങ്കിലും അങ്ങ് ജപിക്കും. പിന്നെ ഈ ജപിച്ചില്ലേ, നമ്മൾ ജപിക്കാനായിട്ട് പിന്നെ ഒരു എഫേർട്ട് എടുക്കണം. നമ്മുടെ ഹാർട്ട് ബീറ്റ് പോലും ആ ഒരു ജപം പോലെ അങ്ങനെ ജപിച്ച് അങ്ങ് നടന്നുകൊണ്ടിരിക്കും. നമ്മൾ ശ്വസിക്കുന്നത് നമ്മൾ അറിയുന്നില്ലല്ലോ, എന്നാ ഒരു പ്രോസസ് നടക്കുന്നുണ്ടല്ലോ. സ്ഥിരമായി പോകുന്ന ക്ഷേത്രങ്ങളില്
പോയി നടക്കൽ നിൽക്കുമ്പോ അറിയാതെ നമ്മുടെ മനസ്സിൽ ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ കൂടുതലും ഗണപതി ക്ഷേത്രത്തിലേക്കാണ് പോവാറ്. അപ്പൊ ഗണപതി ക്ഷേത്രത്തിൽ പോയി അല്ലെങ്കിൽ ഭദ്രാദേവിയുടെ ക്ഷേത്രത്തിലേക്കാണ് പോകും. അവിടെ നിൽക്കുമ്പോ അറിയാതെ നമ്മുടെ മനസ്സിലൊരു മന്ത്രം പഠിച്ചു വെച്ചിട്ടുണ്ട്. അതറിയാതെ വരും. എല്ലാം അത് തന്നെ. ഞാൻ ചില ശിവക്ഷേത്രത്തിൽ പോകുമ്പോഴും അറിയാതെ ആദ്യം വരുന്നത് ഈ ഗണപതി മന്ത്രം ശീലിച്ചു വന്നു. അത് നല്ലത്. ഇനി മറ്റൊരു വിഷയത്തിലേക്ക് നേരത്തെ പറഞ്ഞ ആ പുനർജന്മവും പൂർവ്വജന്മവും ഒക്കെ ഉണ്ടല്ലോ. ഈ പൂർവ്വജന്മം എവിടെ പോയാ നോക്കിയത്? പൂർവജന്മം ആക്ച്വലി ഞാൻ ഒരു തിരുമേനി അല്ല, നമ്മുടെ തൃശ്ശൂരുള്ള കണ്ണൻ എന്ന് പറഞ്ഞ ചേട്ടനൊരു അമ്പലമുണ്ട്. അപ്പം എനിക്ക് ഭാവനയുടെ ബ്രദർ പറഞ്ഞിട്ടാണ്, എൻ്റെ ഭയങ്കര കൂട്ടുകാരനാണ്. അപ്പം അവര് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോയത്. അപ്പം ഏട്ടൻ ഈ നാഡീ ജ്യോതിഷം ഒക്കെ കുറച്ച് പഠിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം അദ്ദേഹത്തിന് ഒരു പ്രവചനം പോലെ അദ്ദേഹത്തിന് ഒരു ഇതുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹം കുറെ വർഷം ഇവരുമായിട്ടൊക്കെ ചേർന്നൊക്കെ പ്രവർത്തിച്ചിരുന്നാണെന്ന് തോന്നുന്നു, ഈ ഏഡൊക്കെ എടുക്കുന്ന അവരുടെ കൂടെ. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് കൺഫേം ചെയ്യണമെങ്കിൽ ലക്ഷ്മി പോയിട്ട് ഏടെടുത്ത് നോക്കിക്കോളൂ എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മേക്കാവ് ദേവസ്ഥാനം എന്ന് പറഞ്ഞിട്ട്, അത് കൊടുങ്ങല്ലൂര്. എത്ര പൂർവ്വജന്മം എടുത്തു? അതൊന്നും എനിക്കറിയില്ല. എനിക്ക് ആകെ ഇതിനെ കുറിച്ച് മാത്രമേ അറിയുള്ളൂ. അതിനപ്പുറത്തേക്ക് ഞാൻ നോക്കിയിട്ടില്ല. ശരി ശരി. അപ്പൊ ആ ചോദ്യത്തിൽ ചേച്ചി കൊത്തില്ല. അതിലൊരു കഥ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒന്നുമില്ല, ഇത് മാത്രമേ എനിക്കറിയുള്ളൂ. ഇത്രേ എനിക്കറിയുള്ളൂ. എന്താണ്, ഒരു ദേവീ ക്ഷേത്ര ആന്ധ്രയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴും കുറെ ആൾക്കാർ മലയാളി അല്ലേന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ മലയാളി മുഖം ഇല്ലായിരിക്കും ചിലപ്പോ. അപ്പൊ പിന്നെ എന്താ പറയാ, ഒരു ഭയങ്കര തികഞ്ഞ എനിക്കിങ്ങനെ ദേവിയുടെ മന്ത്രങ്ങളൊക്കെ ചൊല്ലുമ്പോ എനിക്കറിയാം ഇത് ഞാൻ ഇപ്പൊ വായിക്കുന്നല്ലോ, എനിക്ക് ഒരിക്കലും ഇത് ആദ്യമായിട്ട് വായിക്കുന്നതായിട്ട് തോന്നാറില്ല. ഒരു അക്ഷരം പോലും തെറ്റാണ്ട് വായിക്കാൻ പറ്റും. സംസ്കൃതം ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷെ ഞാൻ ഒരു മന്ത്രം ദേവി മഹാത്മ്യം ആയിക്കോട്ടെ, ദേവി മഹാത്മ്യൊക്കെ ഒരു ദിവസം കൊണ്ട് ഫുള്ള് വായിച്ചു തീർത്തിട്ടുണ്ട്. അപ്പൊ അതിങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. ആകെ ദീക്ഷയുണ്ട്, മന്ത്രം തന്നിട്ടുണ്ട് എന്നല്ലാതെ വേറെ ഇത് എവിടെയും ഞാനൊരു ക്ലാസ്, നാരായണീയത്തിന്റെ ക്ലാസ്സിന് പോയിട്ടില്ല, വിഷ്ണു സഹസ്രനാമത്തിന്റെ ക്ലാസ്സിന് പോയിട്ടില്ല, ലളിതാ സഹസ്രനാമം അങ്ങനെ പഠിച്ചിട്ടില്ല. എല്ലാം തനിയെ പഠിക്കുന്നതാണ്.